തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. കളമശ്ശേരിയിലെ ഹോട്ടലിൽ ചേർന്ന കൂടിക്കാഴ്ചയിൽ PV അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്കും വെല്ലുവിളികൾക്കും വഴങ്ങേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരുമാനം. ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഇന്നലെ രാത്രി തീരുമാനിച്ച പേരാണ്. അതിൽ അൻവറിന്റെ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുകയും ആ പേരുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കോൺഗ്രസ് ആലോചിക്കുന്നു. ഷൗക്കത്തിന്റെ പേര് AICCക്ക് ഇന്ന് തന്നെ കൈമാറും. സംസ്ഥാന നേതാക്കൾ VS ജോയിയുമായി സംസാരിച്ച് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജോയി നേതൃത്വത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വെല്ലുവിളികളെ മറികടന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രഖ്യാപനത്തിലേക്ക് വളരെ വേഗത്തിൽ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഏറ്റവും അവസാന വിവരം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ, സംസ്ഥാന നേതാക്കൾ തമ്മിൽ ധാരണയായിരിക്കുന്നു. ഇക്കാര്യം ഹൈക്കമാൻഡ് ഉടൻ തന്നെ പേര് കൈമാറും. അതായത് ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു അനിശ്ചിതത്വം നീങ്ങുന്നതിലെ പ്രശ്നമുണ്ട്, അത് മാറ്റി നിർത്തുക. മാത്രമല്ല പിന്നെ PV അൻവർ ഉയർത്തുന്ന സമ്മർദ്ദം, അത് പ്രത്യേകിച്ച് UDF ഘടകകക്ഷി തന്നെ ആക്കിയിട്ട് അതിന് മുമ്പിൽ തന്നെ ഉയർത്തുന്ന സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. ബാക്കി എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ UDF ഘടകകക്ഷികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ബാക്കിയെല്ലാം ഈ പറയുന്ന BJP ഫാക്ടറി ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം. അതായത് ഒരു തരുമ്പും അൻവറിന് വഴങ്ങേണ്ടതില്ല. ഒരു പരസ്യമായി തന്നെ തീരുമാനത്തെ ധിക്കരിച്ച് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് പോകുന്ന അൻവറിനോട് വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ പറയപ്പെടുന്ന എല്ലാ ഫാക്ടറികളും പരിഗണിച്ചുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുന്നു. VS ജോയിയുമായി നേതാക്കൾ സംസാരിച്ചു. ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് VS ജോയി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഹൈക്കമാൻഡിലേക്ക് ഈ കാര്യം പോവുക എന്നുള്ളതാണ് ഒറ്റ കാര്യം. പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ കൺകറൻസ് നൽകും. ആ പ്രഖ്യാപനം ഇന്ന് രാത്രി 7 മണിയോട് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ. ശരി, എന്റെ കൂടെ കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ കൂടി. ഷുക്കൂർ, ഇപ്പം ഷൗക്കത്തിന്റെ പേര് ഏകകണ്ഠമായി തീരുമാനിച്ച് AICC അറിയിച്ചോ? നിഷാദ്, ഷൗക്കത്തിന്റെ കാര്യത്തിൽ നേതാക്കൾക്ക് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇന്നത്തെ മീറ്റിംഗ് കൂടുമ്പോഴും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ PV അൻവർ ഉയർത്തിയ ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചായിരുന്നു. അതവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല. അതായിരുന്നു ഇന്നിപ്പോൾ കളമശ്ശേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ ചേർന്ന KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിന്റെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി വന്നത്. എന്തുകൊണ്ട് ഈ നമ്മൾ ഒരു തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കാൻ വൈകുന്നു, എന്തിന് ഭയക്കണം എന്ന ഒരു ചർച്ച വളരെ സജീവമായി തന്നെ വന്നു. ഈ വിഷയത്തിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പിറകോട്ട് പോയാൽ, അതായത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന ഒരു പ്രതീതി പുറത്തു വന്നു കഴിഞ്ഞു, മറ്റാരെയും പരിഗണിക്കുന്നില്ല എന്നൊരു ധാരണയും വന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം അതറിയാം. എന്നിട്ടും നമ്മൾ അതിൽ നിന്ന് പിറകോട്ട് പോയാൽ ഈ പാർട്ടി ദുർബലമാണ് എന്നൊരു ചർച്ച വരും. അതുകൊണ്ട് ഒരു കാരണവശാലും PV അൻവറിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങരുത് എന്ന ശക്തമായ നിലപാട് ഷാഫി പറമ്പിലും VD സതീഷിനും ഒപ്പം തന്നെ PC വിശ്വനാഥും ഈ യോഗത്തിൽ എടുത്തു എന്നാണ് അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കൂടിയാലോചനകൾ UDF പ്രധാനപ്പെട്ട പുറത്തുള്ള നേതാക്കളുമായി, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി നടത്തി. അവരും ഈ തീരുമാനത്തെ പിന്തുണച്ചു. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇനി ഒരു മാറ്റമില്ല, ആര്യാടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാവട്ടെ എന്നൊരു തീരുമാനത്തിലെത്തിയത്. എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു ലിസ്റ്റ്, അതായത് ഒറ്റ പേരുള്ള ലിസ്റ്റ് ഹൈക്കമാൻഡിന് കൈമാറും. ഔദ്യോഗികമായ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവുക. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് വിചാരിക്കാമോ ഷുക്കൂർ? ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇന്ന് രാവിലെ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീം വന്നതിന് ശേഷം അവർ നേരിടുന്ന മനസ്സിലാക്കുന്ന ഒരു പക്ഷേ വൈകുന്നേരം 6 മണി 7 മണി വരെയൊക്കെ പോയേക്കാം എന്നാണ്. അതിനപ്പുറം പോകാനുള്ള സാധ്യതയില്ല. കാരണം ഇന്ന് എന്തായാലും പ്രഖ്യാപിക്കുന്നു, കോൺഗ്രസ് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് ആ വാക്ക് പാലിച്ചു എന്നുകൂടിയാകാം.